ജിൻഡോ അപ്പൊ ഋഷിയുടെ അമ്മയോട് സോറി ഒക്കെ പറയുകയുണ്ടായി. എന്നാ കോയിൻ ഒട്ടിക്കുന്ന ടാസ്കിന്റെ ഇടയിൽ ഋഷീനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ജിൻഡോ. അപ്പൊ ചെന്നിട്ട് ചോദിച്ചു അന്ന് അങ്ങനെ ചെയ്തത് കണ്ടപ്പോ അത് വിഷമായോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അത് കുഴപ്പമില്ല, അതിപ്പോ അവന് വേദനിച്ച് കാണുമായിരിക്കും, അപ്പൊ ചെറിയൊരു ഇത്, അത് കുഴപ്പമൊന്നുമില്ല, അതിപ്പോ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ചതല്ലേ, നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയും. അതങ്ങനെ വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ ആയിട്ട് ജിൻഡോ പറയും. ഋഷി എന്തെങ്കിലും ചെയ്യുകയോ പറയുകയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഋഷിയുടെ ഒരു ഇതിൽ ഞാനും ക്ഷമ വഹിക്കുകയാണെന്നപ്പോൾ ഋഷിയുടെ അമ്മ പറയും. അപ്പോൾ അപ്സരയും ജിൻഡോയും അൻസിബയും എല്ലാവരുമാണ് അപ്പോൾ അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഇവരവിടെ സംസാരിക്കുന്നത്. ഋഷിയുടെ അമ്മ എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഋഷിയുടെ അമ്മ പറയുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട് എല്ലാവരോടും ഭയങ്കര ഇതായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ. അങ്ങനെ നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രദർ ആണെങ്കിലും BBAക്ക് എന്തോ പഠിക്കുന്നതാണ് ബ്രദർ. അപ്പോൾ ബ്രദർ ആണെങ്കിൽ അവരെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയും കൂട്ടൊക്കെ ആയിട്ടാണ് മിണ്ടുന്നത്. ബ്രദർ പിന്നെ ഋഷിയോട് പറയുന്നുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ഞങ്ങളെയൊക്കെ കണ്ടില്ലേ, എല്ലാം സമാധാനമായല്ലോ, വീട്ടിലെ ആരെയൊക്കെ ഓർത്ത് ഇനി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ജിൻഡോ ചെന്നിട്ട് പിന്നെ ഋഷിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മയായിരുന്നു ഓർത്താർന്നൂടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത്.